ഒരാൾ യാത്രയുടെ ആദ്യ 40 കിലോമീറ്റർ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിലും അടുത്ത 25 കിലോമീറ്റർ മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിലും ബാക്കിയുള്ള 100 കിലോമീറ്റർ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു. മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത എത്ര? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ ശരാശരി വേഗതയാണ് കാണേണ്ടത്, അതായത് ആവറേജ് സ്പീഡ് കാണണം. ഈ ആവറേജ് സ്പീഡ് കാണുന്ന കണക്ക് 2 തരമുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം വന്നാൽ അത് ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കൂ, ഒരു യാത്രയുടെ 3 ഘട്ടങ്ങളാണ്. ആദ്യ ഘട്ടത്തിൽ ദൂരം എത്ര? 40 കിലോമീറ്റർ. അടുത്ത ഘട്ടത്തിൽ ദൂരം 25 കിലോമീറ്റർ. അടുത്ത ഘട്ടത്തിൽ ദൂരം 100 കിലോമീറ്റർ. അപ്പോൾ ഓരോ ഘട്ടത്തിലും ദൂരം വ്യത്യാസമുണ്ട്. നമ്മൾ അതാണ് നോക്കേണ്ടത്. ഒരു യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ ദൂരം വ്യത്യസ്തമാണെങ്കിൽ, ഇത് വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഈ തരത്തിൽ നമ്മൾ കണക്ക് ചെയ്യും. ദൂരം വ്യത്യസ്തമല്ല, ഒരു യാത്രയുടെ പല ഘട്ടങ്ങളിലും ദൂരം ഒരുപോലെയാണെങ്കിലോ നമ്മളൊരു സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യും, അതായത് 2xy/x+y. അപ്പോൾ ഈ കണക്ക് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സമയം സമം ദൂരം ബൈ വേഗത എന്ന സൂത്രവാക്യം. ഇനി നമ്മൾ ഓരോ ഘട്ടത്തിലത്തെയും സമയം കാണുകയാണ്. ആദ്യ ഘട്ടത്തിൽ സമയം കാണാൻ ആദ്യ ദൂരത്തെ ആദ്യ വേഗത കൊണ്ട് ഹരിക്കുക. ആദ്യ ദൂരം എത്ര? 40. വേഗത എത്ര? 10. 40/10 സമയം 4 മണിക്കൂർ. അടുത്ത ദൂരം 25 കിലോമീറ്റർ. എത്ര വേഗത? 5 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. അപ്പോൾ 25/5 5 മണിക്കൂർ. അതുപോലെ മൂന്നാമത്തേൽ ദൂരം 100 കിലോമീറ്റർ. വേഗത 50 കിലോമീറ്റർ. അപ്പോൾ 100/50 2 മണിക്കൂർ. അപ്പോൾ 3 ഘട്ടങ്ങളത്തെയും സമയം കിട്ടി. ഇനി ശരാശരി വേഗത കാണുന്ന സൂത്രവാക്യം ആകെ ദൂരം ബൈ ആകെ സമയം. ആകെ ദൂരം പറഞ്ഞാൽ എല്ലാ ദൂരങ്ങളും കൂടി കൂട്ടി എത്രയൊക്കെയാണ്? 40 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 100 കിലോമീറ്റർ. അപ്പം 40 + 25 + 100 ഹോൾ ഡിവൈഡഡ് ബൈ ആകെ സമയം. ഈ കിട്ടിയ സമയങ്ങളെല്ലാം കൂടി കൂട്ടുക. 4 + 5 + 2. അംശങ്ങൾ കൂട്ടുമ്പോൾ 40ഉം 25ഉം 65ഉം 100ഉം 165 എന്ന് വരും. ബൈ ഛേദങ്ങൾ 4 5 9 2 11. 165/11 ഹരിച്ച 15 11 165 15. ഇത് ശരാശരി വേഗതയാണ്. യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ.